वेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुखाद् अमृतद्रवसंयुधम् पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 29-ാമത്തെ അധ്യായം. നാരദനും പ്രാചീന ബർഹിസും തമ്മിലുള്ള സംവാദം. ശ്ലോകം 33 മുതൽ 37 വരെ വായിക്കാം. യഥാ ഹി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സ ആധത്തെ തഥാ സർവാ പ്രതിക്രിയാഃ നൈകാന്തതാ പ്രതീകാര കർമ്മണാം കർമ്മ കേവലം ദ്വയം ഹവിദ്യോപസൃതം സ്വപ്നേ സ്വപ്ന ഇവാനഘ അർത്ഥേ ഹവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ മനസാ ലിംഗരൂപേണ സ്വപ്നേ വിചരതോ യഥാ അധാത്മനോ അർത്ഥഭൂതസ്യ യഥോനർത്ഥാ പരമ്പരാ സംസൃതിസ്തദ്വ്യവച്ഛേദോ ഭർത്താ പരമയാ ഗുരോ വാസുദേവേ ഭഗവതി ഭക്തിയോഗസമാഹിതഃ സദ്ധിചീനേന വൈരാഗ്യം ജ്ഞാനം ച ജനയിഷ്യതി. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രജേ പ്രണാം. മംഗളപ്രദം മാതാജി വായിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 29 ശ്ലോകം 33. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ ഹി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സാധത്തെ തഥാ സർവപ്രതിക്രിയാ. വിവർത്തനം. ശില ദിവ്യപൂജ്യ ശ്രീ ശ്രീമദ് ശീല എസി ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദിക്ക് ജയ. വിവർത്തനം. ഒരു വ്യക്തി ശിരസിൽ വഹിക്കുന്ന ഭാരം അമിത ഭാരമായി അനുഭവപ്പെടുമ്പോൾ ശിരസിന് ആശ്വാസം കൊടുക്കാൻ അത് തോളിലേക്ക് ഇറക്കി വെക്കാറുണ്ട്. ഈ രീതിയിൽ അവൻ ഭാരത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഭാരം ഒഴിവാക്കാൻ ആ രീതിയിൽ എന്തൊക്കെ പ്രതിക്രിയകൾ ചെയ്താലും അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അവന് കഴിയില്ല. ശ്ലോകം 34. നൈകാന്തത പ്രതീകാര കർമ്മണം കർമ്മ കേവലം ദ്വയം ഹി വിദ്യോപസൃതം സ്വപ്ന ഇവാനഘാം. വിവർത്തനം. നാരദൻ തുടർന്നു. അല്ലയോ പാപപങ്കിലമായ സർവകർമ്മങ്ങളിൽ നിന്ന് മുക്തനായവനെ, ഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലങ്ങളെ നിഷ്ഫലമാക്കാൻ കൃഷ്ണാവബോധരഹിതമായ ഒരു പ്രവൃത്തി കൊണ്ടും ആർക്കും പ്രതികർമ്മം ചെയ്യാനാവില്ല. അത്തരം പ്രവൃത്തികൾക്കെല്ലാം കാരണം നമ്മുടെ അജ്ഞതയാണ്.
നാം ഒരു കുഴപ്പം പിടിച്ച സ്വപ്നം കണ്ടാൽ പരിഭ്രാന്തി കൊണ്ട് അതിൽ നിന്ന് വിടുതൽ നേടാനാവില്ല. ഉണർവിലൂടെയേ അതിനെ ഇല്ലാതാക്കാൻ കഴിയൂ. അതുപോലെ നമ്മുടെ ഭൗതിക അസ്തിത്വവും നമ്മുടെ അജ്ഞതയും വ്യാമോഹവും മൂലം ഉണ്ടാകുന്നതാണ്. കൃഷ്ണാവബോധത്തിലേക്ക് ഉണരാത്ത പക്ഷം നമുക്ക് അത്തരം സ്വപ്നങ്ങളിൽ നിന്ന് വിടുതൽ നേടാനാവില്ല. എല്ലാ പ്രശ്നങ്ങളുടെയും ആത്യന്തികമായ പരിഹാരത്തിന് നമ്മൾ നിർബന്ധമായും കൃഷ്ണാവബോധത്തിലേക്ക് ഉണരണം. ശ്ലോകം 25. അർത്ഥേഹ വിദ്യമാനേഭി സംസ്കൃതിർന നിവർത്തതേ മനസാ ലിംഗരൂപേണ സ്വപ്നേ വിചരതോ യഥാ. വിവർത്തനം: ചിലപ്പോൾ ഒരു കടുവയെ സ്വപ്നത്തിലോ അല്ലെങ്കിൽ ഒരു സർപ്പത്തെ നേരിട്ടോ കണ്ട് നാം വിഷമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ കടുവയോ സർപ്പമോ ഇല്ല. അങ്ങനെ നമ്മൾ ചില ചെറിയ കാര്യങ്ങൾ സൃഷ്ടിച്ച് അതിന്റെ അനന്തര ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. നാം സ്വപ്നത്തിൽ നിന്ന് ഉണരാതെ ഈ ക്ലേശ അനുഭവം അവസാനിക്കില്ല. ഹരേ കൃഷ്ണ. ശ്ലോകം 36-37. അതാത്മനോർത്ഥഭൂതസ്യ യഥോനർത്ഥ പരമ്പരാ സംസൃതിസ്തദ് വ്യവച്ഛേദോ ഭർത്താ പരമയാ ഗുരോ വാസുദേവ ഭഗവതി ഭക്തിയോഗ സമാഹിതാ സദ്രീചീനേന വൈരാഗ്യം ജ്ഞാനം ച ജനയിഷ്യതി. വിവർത്തനം: ജനന മരണങ്ങളുടെ ആവർത്തനത്തിന് കാരണമാകുന്ന അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് പുറത്തു കടക്കുകയാണ് ജീവസത്തയുടെ യഥാർത്ഥ താല്പര്യം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പ്രതിനിധിയിലൂടെ അദ്ദേഹത്തിന് സ്വയം സമർപ്പണം ചെയ്യുകയാണ് ഏക പരിഹാരം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവന് ഭക്തിയുത സേവനം അനുഷ്ഠിക്കാതെ ഒരാൾക്ക് ഈ ഭൗതിക ലോകത്തോട് പൂർണ്ണ വിരക്തനാകാനോ യഥാർത്ഥ ജ്ഞാനം ആർജിക്കാനോ കഴിയില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു മംഗളപ്രദ ഈശാനി ദേവി ദാസി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ നാരദ മഹർഷി പ്രാചീന ബർഹിഷത്തിന് ഭൗതിക ശരീരം സ്വീകരിച്ചിട്ടുള്ള ഒരു ജീവാത്മാവിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പുരഞ്ജന രാജാവിന്റെ ഉദാഹരണത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഏതൊരു ജീവാത്മാവാണെങ്കിലും ഈ ഭൗതിക ലോകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു ഭൗതിക ശരീരം 84 ലക്ഷം ശരീരങ്ങളുള്ളത് ഏത് ഭൗതിക ശരീരം സ്വീകരിച്ചാലും അതിന് ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആധ്യാത്മികം, അതിഭൗതികം, അതിദൈവികം എന്ന് പറഞ്ഞ് എന്തായാലും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല അതിന് ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരും. സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. മനസ്സും ബുദ്ധിയും ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ട് ത്രിഗുണങ്ങൾക്ക് അധിഷ്ഠിതമായി പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെ ഏത് ഗുണത്തിലാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ശരീരം അടുത്ത ജന്മത്തിൽ സ്വീകരിക്കേണ്ടിയും വരും. ഇങ്ങനെ തുടർച്ചയായി അത് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അത് സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് ഒരു വ്യക്തി ചെയ്യുന്ന പരിഹാരത്തെ കുറിച്ചാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്. ദുഃഖങ്ങൾ എല്ലാ ജീവജാലങ്ങളും അനുഭവിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ എത്തുമ്പോൾ അവർ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു ജീവൻ ഭൗതിക ശരീരത്തിൽ അജ്ഞാനത്തിൽ ഇരിക്കുന്നതുകൊണ്ട്, യഥാർത്ഥ ജ്ഞാനമില്ലാത്തത് കൊണ്ട്, സത്വരജസ്തമോ ഗുണങ്ങളുടെ പ്രവാഹത്തിൽപ്പെട്ട് അതിന്റെ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ആ ജീവന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പോലും അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയാലേ അതിന് യഥാർത്ഥ പരിഹാരത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ജീവാത്മാവ് ചെയ്യുന്ന എല്ലാ പ്രശ്ന പരിഹാരങ്ങളും അതിന്റെ യഥാർത്ഥ പ്രശ്നത്തെ മനസ്സിലാക്കാതെയാണ്. യഥാർത്ഥ പ്രശ്നം എന്താണ്? ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം ഭഗവാൻ ജ്ഞാനത്തിന്റെ ലക്ഷണമായിട്ട് പറയും. ജന്മം, പുതിയൊരു ശരീരം സ്വീകരിക്കുന്നത്, ആ ശരീരത്തിൽ ഇരുന്ന് മരിക്കുന്നത്, ശരീരത്തിന് വാർദ്ധക്യം ബാധിക്കുന്നത്, ശരീരത്തിന് വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നത്,
ഇതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം. വീണ്ടും വീണ്ടും ശരീരങ്ങൾ സ്വീകരിക്കുന്നതാണ് പ്രശ്നം. അത് മനസ്സിലാക്കാതെയാണ് മനുഷ്യൻ വ്യത്യസ്തമായിട്ടുള്ള പരിഹാരങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിഹാരങ്ങൾ യഥാർത്ഥ പ്രശ്നത്തിന് ഉത്തരമല്ല എന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്. ഒരുപാട് പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും, ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും, ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും എന്ന് വിചാരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പുതിയ പുതിയ സൗകര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അല്ലെ, കാറുണ്ടെങ്കിൽ എളുപ്പമാകും, വീടിന്റെ പണി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുഖകരമാകും, മകളുടെ കല്യാണം കഴിഞ്ഞാൽ ജീവിതം ശരിയാകും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതെല്ലാം ഏതുപോലെയാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാതെയുള്ള പരിഹാര പ്രവർത്തനങ്ങളാണ് ഒരു വ്യക്തി ചെയ്യുന്നത്. അതിനിവിടെ നാരദ മഹർഷി പ്രതിക്രിയ എന്നാണ് പറയുന്നത്. ഓരോ പ്രതിക്രിയാ പ്രവർത്തനങ്ങൾ, പരിഹാര പ്രവർത്തനങ്ങൾ. യഥാഹി പുരുഷോഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സഹാദത്തെ തഥാ സർവാ പ്രതിക്രിയ. ഇവിടെ മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ പരിഹാര പ്രവർത്തനങ്ങളും എങ്ങനെയാണ്? ഒരു വ്യക്തി തലയിൽ വലിയ ഭാരവുമായിട്ട് നടക്കുകയാണ്. ആ ഭാരം തലയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, തലയ്ക്ക് വേദന വരുന്നു, അതേപോലെ കഴുത്തിനൊക്കെ വലിയ വേദന വരുന്നു. ആ സമയത്ത് ആ വ്യക്തി എന്താണ് ചെയ്യുന്നത്? തലയ്ക്കും കഴുത്തിനും ആ വേദനയിൽ നിന്ന് മോചനം കൊടുക്കുന്നതിന് വേണ്ടി ആ വ്യക്തി എന്താണ് ചെയ്യുന്നത്? ആ വലിയ ഭാരമെടുത്ത് തോളിലേക്ക് വെക്കുന്നു. തലയിൽ നിന്ന് ഭാരം സ്കന്ധേന. യഥായി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സഹാദത്തെ. ശിരസിന് വലിയ ഭാരമായി, ശിരസിന് വലിയ വേദന അനുഭവപ്പെടുന്നു, കഴുത്തിനും വലിയ വേദന അനുഭവപ്പെടുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആ ഭാരമെടുത്ത് തോളിൽ വെച്ചു. ആ സമയത്ത് ശിരസിന് കുറച്ചൊരു ആശ്വാസം തോന്നും, കഴുത്തിനും കുറച്ച് ആശ്വാസം തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിച്ചോ? ഭാരം അപ്പോഴും അദ്ദേഹത്തിന്റെ തോളിൽ തന്നെയുണ്ട്, അദ്ദേഹത്തിന്റെ ചുമലിൽ തന്നെയുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ ചുമലിന് വേദനിക്കാൻ തുടങ്ങും. ഇവിടെ മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ പ്രശ്നപരിഹാരങ്ങളും ഈ തരത്തിലാണ് എന്നാണ് നാരദ മഹർഷി പറയുന്നത്. പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടുന്നില്ല, ഭാരം അപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തന്നെയുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രതിക്രിയകളാണ് മനുഷ്യന്മാർ ഇവിടെ ചെയ്യുന്നത്. ഭഗവാനെ ശരണം പ്രാപിക്കാതെ, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ, ആത്മീയമായിട്ടുള്ള പരിഹാരം ചെയ്യാതെ, ഭൗതികമായിട്ടുള്ള പരിഹാരങ്ങളെല്ലാം ഇങ്ങനെയാണ്. അതിലൊരിക്കലും യഥാർത്ഥ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അതിന് മറ്റൊരു ഉദാഹരണം കൂടി നാരദ മഹർഷി പറയുന്നുണ്ട്. വളരെ ഉദാത്തമായിട്ടുള്ള ഉദാഹരണങ്ങളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശിരസിൽ നിന്ന് എടുത്ത് ഭാരം ചുമലിലേക്ക് വെക്കുന്നത് പോലെ. കുറച്ചു കഴിഞ്ഞാൽ ചുമലിന് വേദനിക്കുന്ന സമയത്ത് വീണ്ടും എടുത്ത് തലയിലേക്ക് വെക്കും. ഇങ്ങനെ മാറി മാറി വെക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം തോന്നും. ഇതാണ് ഭൗതിക ലോകത്തിലുള്ള സുഖം എന്ന് പറയുന്നത്. ഭൗതിക ലോകത്തിൽ സുഖം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ആശ്വാസമാണ്. ശിരസിൽ നിന്നും തോളിലേക്ക് ഭാരം ഇറക്കി വെക്കുമ്പോൾ ശിരസിന് ആശ്വാസം, കുറച്ചു കഴിഞ്ഞാൽ തോളിന് വേദനിക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ള പ്രശ്നപരിഹാരമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. മറ്റൊരു ഉദാഹരണം നാരദ മഹർഷി പറയുന്നത്, സ്വപ്നത്തിൽ അർത്ഥേ ഹ്യവിദ്യമാനേവി സംസൃതിർന നിവർത്തതേ മനസാലിംഗരൂപേണ സ്വപ്നേ വിചരതോ യഥാം. സ്വപ്നത്തിൽ എന്തെങ്കിലും ഭയാനകമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പേടിക്കാറുണ്ട്, അല്ലെ? ഒരു കടുവ ആക്രമിക്കാൻ വരുന്നു, ഒരു വലിയ പാമ്പ് കടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ പാമ്പ് വന്ന് നമ്മളെ ചുറ്റി വരിയുന്നു, നമ്മളെ ശ്വാസം മുട്ടിക്കുന്നു. ഇങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന സ്വപ്നമൊക്കെ കാണാറാണ്. അപ്പോൾ അതിന് പരിഹാരം എന്താണ്? ആ സ്വപ്നത്തിൽ തന്നെ നമ്മൾ ആ സർപ്പത്തിനെ, നമ്മളെ കടിക്കാൻ വരുന്ന സർപ്പത്തിനെ ഒരു വടിയെടുത്ത് അടിച്ചോടിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിലവിളിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിച്ചു കൂട്ടുന്നു, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയും. ഇതൊക്കെ എവിടെയാണ് ചെയ്യുന്നത്? സ്വപ്നത്തിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പരിഭ്രാന്തനാകുന്നതല്ല യഥാർത്ഥത്തിൽ പരിഹാരം എന്നാണ് പറയുന്നത്. അല്ലെ, എന്താണ് യഥാർത്ഥ പരിഹാരം? ഒന്ന് ഉണർന്നാൽ മതി. ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു വരണം. ഉണർന്നാൽ യഥാർത്ഥ പരിഹാരമായി. പിന്നെ ആ ഭയത്തിന്റെ ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ ഒരു ജീവൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾക്ക്
പരിഹരിക്കാൻ സാധിക്കുന്നില്ല. താൽക്കാലികമായിട്ടുള്ള പരിഹാരങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. യഥാർത്ഥ പരിഹാരം ആത്മീയ ബോധത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക് വരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആ ജ്ഞാനത്തിലേക്ക് എങ്ങനെ വരാൻ സാധിക്കും എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ സമാഹിത സദൃചീനേന വൈരാഗ്യം ജ്ഞാനം ച ജനയിഷ്യതി. ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുന്നതാണ് ഇങ്ങനെയുള്ള എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും പുറത്തു വരാനുള്ള ഒരേ ഒരു മാർഗം എന്ന് നാരദ മഹർഷി വളരെ സ്പഷ്ടമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാതൊരു സംശയത്തിനും ഇടയില്ലാതെ ആർക്ക് ഭക്തി ചെയ്യണം, ഏത് യോഗത്തിലൂടെ നമ്മൾ ഭക്തി സേവനം ചെയ്യണം, ഏത് യോഗത്തിലൂടെ ഭഗവാനെ സമീപിക്കണം, ആരെ സമീപിക്കണം, ഏത് യോഗത്തിലൂടെ സമീപിക്കണം എന്ന് വളരെ സ്പഷ്ടമായിട്ട് നാരദ മഹർഷി പ്രാചീനം പരിശുദ്ധത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ യാതൊരു സംശയത്തിന്റെയും വ്യാഖ്യാനത്തിന്റെയും ഒന്നും ആവശ്യമില്ല. വാസുദേവേ ഭഗവതി ഭക്തിയോഗ സമാഹിത എന്നാണ് പറയുന്നത്. ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത്? ഭഗവാൻ വാസുദേവനെ തന്നെയാണ് ശരണം പ്രാപിക്കേണ്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ശരണം പ്രാപിക്കേണ്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിലും പറയുന്നത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, എന്നെ ശരണം പ്രാപിക്കൂ എന്ന് ഭഗവാൻ അവിടെ പറയുന്നു. ഇവിടെ നാരദ മഹർഷി പ്രാചീന പരിഷത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, വാസുദേവേ ഭഗവതി, ഭഗവാൻ വാസുദേവനെയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ശരണം പ്രാപിക്കേണ്ടത്. ഇത് നേരത്തെ ഭാഗവതത്തിൽ തന്നെ 1-ാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ സൂത ഗോസ്വാമി 7-ാമത്തെ ശ്ലോകത്തിൽ ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേ കാര്യം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ചയത് ഹൈതുകം. ഭഗവാൻ വാസുദേവനെ ഏത് യോഗത്തിലൂടെ സമീപിക്കണം, ആരെ സമീപിക്കണം എന്ന് വ്യക്തമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ സമീപിക്കണം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നത് യോഗേശ്വരനായിട്ടുള്ള ഭഗവാനാണ്, അല്ലെ? ഭഗവാൻ യോഗേശ്വരനായതുകൊണ്ട്, എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരനായതുകൊണ്ട് ഭഗവാനെ സമീപിക്കണം, ഭഗവാനെ ശരണം പ്രാപിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാരദ മഹർഷി പറയുന്നത്, നേരത്തെ സൂത ഗോസ്വാമി പറഞ്ഞിട്ടുള്ളത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്, ഇത് ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം രചിച്ചത് എന്നും സൂത ഗോസ്വാമി പറയുന്നുണ്ട്. 1-ാമത്തെ സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകം ശ്രീല പ്രഭുപാദർ ഈ ഭാവാർത്ഥത്തിൽ എടുത്തു പറയുന്നുണ്ട്. അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗം അധോക്ഷജേ ലോകസ്യ അജാനതോ വിദ്വാൻ ചക്രേ സാത്വത സംഹിത. അജാനതോ, ലോകത്തിന് അറിയില്ല, സാധാരണ ജനങ്ങൾക്ക് അറിയില്ല എന്ത് ചെയ്താലാണ് നമ്മുടെ അനർത്ഥങ്ങൾ, ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നത് എന്ന് ആളുകൾക്ക് അറിയില്ല. അവർ പല പരിഹാരങ്ങളും ചെയ്തു നോക്കുന്നുണ്ട്, പല വിധത്തിൽ അവര് ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകസ്യ അജാനതോ, അത് ലോകത്തിന് അറിയില്ല. അത് ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ്, അവരോടുള്ള കാരുണ്യം കൊണ്ടാണ് വിദ്വാൻ ചക്രേ സാത്വത സംഹിത, ആ ഭക്തന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഗ്രന്ഥം, ഈ ഒരു സാഹിത്യം, ഭഗവാനെ കുറിച്ചുള്ള രചന വ്യാസദേവൻ നടത്തിയിട്ടുള്ളത് എന്ന് സൂത ഗോസ്വാമി പറയുന്നുണ്ട്. 1-ാമത്തെ സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകം. അങ്ങനെ ഭഗവാന്റെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ അനർത്ഥങ്ങൾ, തെറ്റായിട്ടുള്ള ദുഃഖങ്ങൾ, യഥാർത്ഥത്തിൽ ദുഃഖം അനുഭവിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട്, ശരീരവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് കൊണ്ട് ഒരുപാട് ദുഃഖങ്ങൾ, ഉത്കണ്ഠകൾ ദിവസം ആ ജീവാത്മാവ് അനുഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വളരെ ലളിതമായി ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിലൂടെ, ഭഗവാന് ഭക്തി ചെയ്യുന്നതിലൂടെ എല്ലാ ദുരിതങ്ങളും ഇല്ലാതാകും എന്നിവിടെ സൂത ഗോസ്വാമി പറയുന്നുണ്ട്. 1-ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗം അധോക്ഷജേ. ഭഗവാൻ ശ്രീകൃഷ്ണന് ഭക്തി സേവനം ചെയ്യുന്നതിലൂടെ എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും. അത് ജനങ്ങൾക്ക് അറിയില്ല. ലോകസ്യ അജാനതോ, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം വ്യാസദേവൻ അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് രചിച്ചിട്ടുള്ളത് എന്നത്. അപ്പോൾ ഇവിടെ നാരദ മഹർഷി പറയുന്നത് അത് തന്നെയാണ്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ സമാഹിത. ഭഗവാൻ ശ്രീകൃഷ്ണന് ഭക്തി സേവനത്തിലൂടെ ഭഗവാനെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? അത് വളരെ സീരിയസ് ആയിട്ട്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
ഒരു സൈഡ് ബിസിനസ് ആയിട്ടല്ല, അല്ലെങ്കിൽ ഒരു വിനോദമായിട്ടല്ല. സദൃചീനേന വൈരാഗ്യം എന്നാണ്. പൂർണ്ണമായിട്ട് മനസ്സ് സമർപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം എന്ന് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അകാമോ സർവകാമോ വാ മോക്ഷകാമോ ഉദാരതി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിക്കണം. കാരണം ഇത് വലിയ പ്രശ്നമാണ്, നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമായതുകൊണ്ട് അത് അത്രയും പ്രാധാന്യത്തോടെ എടുത്തുകൊണ്ട് തന്നെ ഭക്തി സേവനം ചെയ്യണം. മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ വിനോദത്തിന് വേണ്ടി അല്ലെങ്കിൽ സമയം പോക്കുന്നതിന് വേണ്ടിയല്ല ഭക്തി സേവനം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഭക്തി സേവനം ചെയ്യണം എന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്. സദൃശീനേന എന്ന വാക്ക് അതുകൊണ്ടാണ് അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായിട്ടും മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ഭഗവാന് ഭക്തി സേവനം ചെയ്യണം എന്ന് പറയും. അങ്ങനെ ഭഗവാന് മനസ്സും ബുദ്ധിയും മയ്യർപ്പിത മനോബുദ്ധി ഭഗവാൻ പറയും, മനസ്സും ബുദ്ധിയും എനിക്ക് സമർപ്പിച്ചുകൊണ്ട് ഭക്തി സേവനം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ എന്തുണ്ടാകും? സദൃചീനേന വൈരാഗ്യം ജ്ഞാനം ച ജനയിഷ്യതി. പെട്ടെന്ന് തന്നെ അചിരേണ അധികച്ചതി എന്ന് പറയും. പെട്ടെന്ന് തന്നെ ആ വ്യക്തിക്ക് ജ്ഞാനമുണ്ടാകും. കാരണം ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ആ ഭഗവാനെ ആരാധിക്കുന്ന ഭക്തന്മാരോട് ഭഗവാന് കൂടുതൽ പെട്ടെന്ന് അനുകമ്പയുണ്ടാകാം. അങ്ങനെ ഭഗവാന്റെ അനുകമ്പ ഉണ്ടായി കഴിഞ്ഞാൽ ഭഗവാൻ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. ആ ഭക്തന്റെ ഹൃദയത്തിലുള്ള എല്ലാവിധ അജ്ഞാനവും ശരീരബോധത്തിൽ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുന്ന എല്ലാ ദുരിതങ്ങളും അതെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കും. ഹൃദയത്തിൽ അദ്ദേഹം ഒരു ജ്ഞാനദീപം കൊളുത്തി വെക്കുമെന്നാണ് പറയുന്നത്. ജ്ഞാനദീപേന ഭാസ്വത. ആ ജ്ഞാനം എവിടുന്നാണ് വരുന്നത്? പരമാത്മാവിൽ നിന്ന് തന്നെയാണ് ജ്ഞാനം വരുന്നത്, അല്ലെ? മത്തസ്മൃതി ജ്ഞാനം അപോഹനം ച. ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ വ്യക്തിക്ക് ജ്ഞാനം കൊടുക്കാൻ സാധിക്കും. ജ്ഞാനം കിട്ടുമ്പോൾ വൈരാഗ്യവും ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവും. വൈരാഗ്യം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി അതിനോടുള്ള ആസക്തി ഇല്ലാതാകുന്നതാണ്. അജ്ഞാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ഭൗതിക ലോകം വളരെ സ്വർഗമാണ് എന്ന് തോന്നുന്നത്. യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്ന സമയത്ത് മനസ്സിലാകും ഈ ഭൗതിക ലോകം ഒരു ജീവന് യോജിച്ചതല്ല, ഭഗവാന്റെ ലോകമാണ് നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നൊരു വ്യക്തിക്ക് മനസ്സിലാകണം. ഇരുട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഇത് വളരെ സുഖമാണെന്ന് തോന്നുന്നത്, അല്ലെ? ഒരു തവള പാമ്പിന്റെ വായിൽ ഇരിക്കുമ്പോഴും അത് വളരെ സുഖമാണ് എന്ന് വിചാരിക്കും. ചക്ഷുശ്രവണ കളത്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ അത് സുഖമാണെന്ന് വിചാരിക്കും. പക്ഷെ അടുത്ത നിമിഷത്തിൽ അത് അതിന്റെ സമയം കഴിയും എന്നത് അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും പുറത്തു വരുന്നതിന് ഉള്ള മാർഗം ആണ് നാരദ മഹർഷി, പ്രാചീന മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ സമാഹിന. പൂർണ്ണമായിട്ടും മനസ്സും ബുദ്ധിയും അർപ്പിച്ചുകൊണ്ട് ഭഗവാന് സേവനം ചെയ്യുന്നതാണ് അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗം അതോക്ഷത്തെ. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് ഭഗവാന്റെ ഭക്തി സേവനമാണ് മാർഗം എന്ന് പറയും. ആ ഭക്തി എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനെന്താണ് ചെയ്യേണ്ടത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ആര്യമാതാജി ജപിച്ചോ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.